എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീഷ്. നമ്മുടെ ഈ വർഷത്തെ വിഷുവിനോടനുബന്ധിച്ചിട്ട് കണിയൊരുക്കുന്ന കാര്യത്തിൽ വളരെയേറെ വിവാദം സൃഷ്ടിച്ച കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാം, നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം ഏകദേശം ഇന്ത്യയിലൊട്ടാകെ തന്നെ ഒരു ചർച്ചാ വിഷയമായിരിക്കുന്ന കാര്യമാണിത്. ആലപ്പുഴയിലെ ചേർത്തലയിലെ മെഹർ കുഴിമന്തി സ്ഥാപനത്തിൽ, അതായത് ഹോട്ടലിൽ കൃഷ്ണന് കുഴിമന്തിയും ചിക്കനും വിളമ്പി വെച്ച കാര്യം, ആ ഒരു പോസ്റ്റർ അത്ര വലിയ ഗൗരവമുള്ള കാര്യമല്ല എന്നാണ് SDPI നേതാവ് ശ്രീ അജ്മൽ ഇസ്മയിലിന്റെ വാദം. ഒരു വാദത്തിനങ്ങ് നമുക്ക് സമ്മതിക്കാം, അത് അത്ര വലിയ ഗൗരവമുള്ള കാര്യമാണ്. ഒരു പോസ്റ്ററിൽ കൃഷ്ണന് മുമ്പിൽ കുഴിമന്തി ചിക്കൻ വിളമ്പുന്നത് അത്ര വലിയ കാര്യമാണോ? അല്ല അജ്മലെ, ഒരു കാര്യം ചോദിച്ചോട്ടെ. കേരളത്തിലത്തെ മൊത്തം കുറ്റകൃത്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്? ഏറ്റവും കൂടുതൽ ആൾക്കാർ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട് ശിക്ഷ വാങ്ങിയിട്ട് ജയിലിൽ പോകുന്ന ഏത് മതക്കാരാണ്? ഇനി ഇത്തരം ക്രിമിനൽ കേസുകൾ പ്രതിയായിട്ട് അകത്തു പോകുന്നവരുടെ പേരിന്റെ മുന്നിൽ മുഹമ്മദ് എന്ന പേരുണ്ട്. ഒട്ടുമിക്ക ക്രിമിനലുകളുടെയും പേരിന്റെ മുന്നിൽ മുഹമ്മദ് എന്ന പേരുണ്ട്. അങ്ങനെ ഒരു ചെറിയൊരു അബദ്ധം പറ്റിയതാണ് ജോസഫ് മാഷക്ക്. ഒരു കള്ളന്റെ പേരിന്റെ മുന്നിൽ മുഹമ്മദ് എന്ന പേരെഴുതി. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പ്രവാചകനല്ല, ഒരു സാധാരണ ഒരു മനുഷ്യന്റെ പേരാണ്, ഒരു കള്ളന്റെ പേരാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് അത് ഗൗരവമല്ലാത്ത രീതിയിൽ അങ്ങ് എടുത്തിട്ട് ഒഴിവാക്കാമായിരുന്നു. എന്തുകൊണ്ടായിരുന്നു അജ്മലെ കേരളത്തിലെ കുറച്ച് മുസ്ലിം തീവ്രവാദികൾ ജോസഫ് മാഷിന്റെ കയ്യും കാലും വെട്ടി രണ്ട് ഭാഗത്തേക്ക് എറിഞ്ഞത്? സഹിഷ്ണുത കൂടുതലായതുകൊണ്ടാണോ? സത്യത്തിൽ ഇസ്ലാമിസ്റ്റുകളുടെ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ അസഹിഷ്ണുത മനോഭാവം തന്നെയല്ലേ ഈ കൈവെട്ടലിനും കാലുവെട്ടലിനും കാരണം? ഇതേ ഇസ്ലാമിസ്റ്റുകളുടെ മനോവൈകൃതമല്ലേ ജോസഫ് മാഷിന്റെ പ്രിയ പത്നിയെ ഒരു ചാൻ കയറ് ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചത്? എന്നിട്ട് നിങ്ങളങ്ങ് ഒറ്റ വാക്കിൽ പറയാം, കൃഷ്ണന് കുഴിമന്തി ചിക്കൻ വിളമ്പിയത്, അതായത് വിഷുക്കണി ഒരുക്കുന്ന കൃഷ്ണന്റെ മുന്നിലേക്ക് കുഴിമന്തി ചിക്കൻ വെച്ച് വിളമ്പി കൊടുത്തത് അത്ര വലിയ ഗൗരവമുള്ള കാര്യമൊന്നുമല്ലായിരുന്നു. ഞങ്ങളുടെ മതവും ദൈവവും ഏറ്റവും വലിയവനാണ്, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെടുന്ന ഒരേ ഒരു ദൈവമാണ് ഞങ്ങളുടെ അള്ളാഹു എന്ന് 5 നേരം മൈക്കിലൂടെ വിളിച്ചു പോകുന്ന നിങ്ങൾക്ക് കൃഷ്ണനെ, അന്യമതസ്ഥരായ അന്യവിശ്വാസക്കാരായ കൃഷ്ണന്റെ, അതായത് ഹൈന്ദവർ ഏറ്റവും കൂടുതൽ വിശ്വാസം അർപ്പിക്കുന്ന കൃഷ്ണനെ ഈ രീതിയിൽ അപമാനിച്ചപ്പോൾ നിങ്ങൾക്കിത് ഗൗരവമുള്ള കാര്യമേ അല്ല. അല്ലെ, ലോകത്തിൽ നിങ്ങളുടെ മാത്രമാണ് മഹോത്തരൻ എന്ന് പറഞ്ഞ് വിളിച്ചു പോകുന്ന നിങ്ങൾക്ക് മറ്റു മതസ്ഥര ദൈവങ്ങളെ ബഹുമാനിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അല്ലേ? അതുകൊണ്ടായിരിക്കുമല്ലോ കുറച്ച് ഇസ്ലാമിസ്റ്റുകൾ കൃഷ്ണനെ അപമാനിച്ചത് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇത്ര ഗൗരവമല്ലാത്ത കാര്യമായിട്ട് തോന്നിയത്. ഹിന്ദുക്കൾക്കെതിരെ, ഹൈന്ദവ വിശ്വാസങ്ങൾക്കെതിരെ, അല്ലെങ്കിൽ കാഫിറുകൾക്കെതിരെ എന്നും ഇത്തരത്തിലുള്ള ഇസ്ലാമിസ്റ്റുകൾ അവരുടെ മനസ്സിലുള്ള അതിതീവ്ര മനോഭാവം അല്ലെങ്കിൽ ചിന്താഗതി പുറത്തേക്ക് പുറന്തള്ളപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നാണ് അവലും മലരും കുന്തിരിക്കും വാങ്ങി വെച്ചോളൂ, നിങ്ങളുടെയൊക്കെ കാലം വരുന്നുണ്ട്, മര്യാദക്ക് ജീവിച്ചാൽ നിങ്ങൾക്ക് നന്നായിട്ട് ജീവിക്കും, ഇല്ലെങ്കിൽ നിങ്ങളെയൊക്കെ അങ്ങ് തട്ടിക്കളി എന്ന് പറഞ്ഞ ഒരു പിഞ്ചു കുഞ്ഞ്, ഒരു ചെറിയ ചെക്കൻ ഒരു വലിയ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾക്ക് വിളിച്ചു കൊടുത്തിരുന്നത് മുദ്ര. ഇനി അതാണോ മുസ്ലിം ലീഗിന്റെ ഒരു പ്രതിഷേധ പ്രകടനത്തിൽ അമ്പലനടയിൽ കൂട്ടിക്കെട്ടി പച്ചക്കിട്ട് കത്തിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു മുദ്രാവാക്യം വിളിച്ചിരുന്നു. അമ്പലത്തിൽ പോകുന്ന ആൾക്കാരൊക്കെ എന്താ സംഘപരിവാറാണോ? അല്ല, അവര് ഹൈന്ദവ വിശ്വാസികളാണ് മുഴുവൻ ആൾക്കാർ പോകുന്നത്. അവരൊക്കെ അമ്പലനടയിൽ കൂട്ടിക്കെട്ടി പച്ചക്കിട്ട് കത്തിക്കും എന്ന് പറഞ്ഞത് മുസ്ലിം ലീഗാണ്. ഇനി അതും പോട്ടെ, ഇതേ മുസ്ലിം ലീഗും അതുപോലെ തന്നെ SDPIയും പോപ്പുലർ ഫ്രണ്ടൊക്കെ ചേർന്ന ആൾക്കാർ പറഞ്ഞത് പണ്ട് 1921 ഹിന്ദുക്കൾക്കെതിരെ ഹിന്ദു വംശഹത്യക്ക് ഉപയോഗിച്ച ആ വാള് ഞങ്ങൾ അറബിക്കടലൊന്നും എറിഞ്ഞിട്ടില്ല, അതിപ്പോഴും രാഗ്യം എനിക്ക് ഞങ്ങളുടെ അരയിൽ ഉറയിൽ തന്നെ ഉണ്ട്, അത് ആവശ്യം വരുമ്പോൾ ഞങ്ങൾ എടുക്കുന്ന ഇതേ ഇസ്ലാമിസ്റ്റുകളാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള ചിന്താഗതിയുള്ള, ഇത്തരത്തിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ ആഗ്രഹിക്കുന്ന തീവ്ര ഇസ്ലാമിസ്റ്റുകളിൽ നിന്ന് ഭഗവാൻ കൃഷ്ണനെ ഇത്തരത്തിൽ അപമാനിച്ചപ്പോൾ ഇത് യാദൃശ്ചികമാണ് അല്ലെങ്കിൽ അബദ്ധമാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് അത്ര ഗൗരവമില്ലെങ്കിലും നമ്മളെ പോലെ സാധാരണ വിശ്വാസികൾക്ക് ഭയങ്കരമായിട്ട് അത് വേദനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളൊക്കെ ഗൗരവമായിട്ട് എടുക്കുന്നത്. ശരിക്കും ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മൊത്തം ഒരു കലാപം ഉണ്ടാക്കാനുള്ള ആഗ്രഹമാണ്, വ്യഗ്രതയാണ് കാണിക്കുന്നത്. എന്തെങ്കിലും ഒരു കാര്യത്തിൽ വീണ് കിട്ടുന്ന ഒരു അവസരം മുതലെടുത്തുകൊണ്ട്
ഹിന്ദുക്കൾക്കെതിരെ അല്ലെങ്കിൽ കാഫറുകൾക്കെതിരെ ഒരു കലാപം ഉണ്ടാക്കുക. ആ ഒറ്റ തീരുമാനത്തിൽ അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിലുള്ള ഹൈന്ദവ വിശ്വാസങ്ങൾക്കെതിരെ, മതത്തിനെതിരെ ഒക്കെ, ആചാരങ്ങൾക്കെതിരെ ഒക്കെ ഇവർ പ്രവർത്തിക്കുന്നത്. ശരിക്കും ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ ഒരു നടപടി എടുത്തേ മതിയാകും. കാരണം ഇതൊരു മതേതര രാഷ്ട്രമാണ്, ബഹുസ്വര രാഷ്ട്രമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവരുടെ മതത്തിലും വിശ്വാസത്തിലും ജീവിച്ചു പോകാനുള്ള സ്വാതന്ത്ര്യം വേണം. സ്വാതന്ത്ര്യമുണ്ട്, അത് നമ്മൾക്ക് വേണം. അത് ചെറിയ തോതിലുള്ള ഒരു ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടി അടിയറവ് പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ ഇത് അക്ബറിന്റെയോ ഹുമയൂണിന്റെയോ ഔറംഗസേബിന്റെയോ അല്ലെങ്കിൽ ടിപ്പു സുൽത്താന്റെയോ കാലഘട്ടമൊന്നുമല്ല. ഇത് ജനാധിപത്യ രാഷ്ട്രമാണ്. ഇവിടെ എല്ലാവർക്കും തുല്യമായ അവകാശമുണ്ട്. ആ രീതിയിൽ ജീവിക്കാനുള്ള അവകാശം നിങ്ങളെയും എതിർത്തുകൊണ്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. 2047 ഇന്ത്യ ഇസ്ലാമിലൂടെ എന്ന ആ ചിന്താഗതിയിലെ അത് 4 മടക്കി അങ്ങ് പോക്കറ്റിലിട്ടേക്ക്. നിങ്ങളുടെ ആ സ്വപ്നം ഒരിക്കലും ഇവിടെ യാഥാർത്ഥ്യമാവില്ല. പിന്നെ ഈ നമ്മുടെ കേരളത്തിലെ മതേതര ഹിന്ദുക്കളോടാണ് നമ്മുടെ കോൺഗ്രസ് മതമാണ് പ്രശ്നം, മതം തന്നെയാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് മുസ്ലിം ലീഗിന്റെ നേതാവ് ഷാജി പ്രസംഗിച്ചത് കേട്ടിട്ടുണ്ടോ? കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ അവകാശവും, ഇതുവരെ 10 വർഷം നമുക്ക് കിട്ടാത്ത അവകാശമൊക്കെ ഒറ്റയടിക്ക് പിടിച്ചു വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി കോൺഗ്രസ് ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ഓരോ കാഫറുകളും അവലും മലരും കുന്തിരിക്കും ഒക്കെ വാങ്ങി വെച്ചോളൂ. അങ്ങനെ വാങ്ങി വെച്ച് കാലിനെ കാത്തിരിക്കേണ്ട അവസ്ഥ വരും. മറ്റൊരു നല്ലൊരു വീഡിയോ ഇട്ടിടുമ്പോൾ എല്ലാവർക്കും ജയ് ഹിന്ദ്.